أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. إلهي لا تعذبني فإني مقر بالذي قد كان مني. يظن الناس بي خيرا فإني لشر الخلق إن لم تعف عني. സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ, സഹോദരങ്ങളെ, അർഹമുറഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സംഭവിച്ചു പോയ എല്ലാ വീഴ്ചകളും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ നാഥൻ നമുക്ക് എവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു സഫലീകരിക്കുമാറാകട്ടെ. നമ്മയും അവരെയും നമ്മിൽ നിന്നും മൺമറഞ്ഞ എല്ലാവരെയും ആഖിറത്തിൽ വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, ഈമാൻ എന്നാൽ ഒരു ഹദീസിലൂടെ നാം മനസ്സിലാക്കിയിട്ടുള്ളത് അസ്സബ്റു നിസ്ഫുൽ ഈമാൻ എന്നാണ്. ക്ഷമ ഈമാനിന്റെ പകുതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങൾ പല രീതിയിൽ ജീവിതത്തിലേക്ക് വരുമ്പോൾ ക്ഷമയോടുകൂടെ അതിനെ സമീപിക്കുക, അഭിമുഖീകരിക്കുക എന്നത് ഈമാനിന്റെ ഭാഗമായി കൊണ്ടാണ് ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഗസയിലെ മുസ്ലിം സഹോദരങ്ങളുടെ അവസ്ഥ ഇന്ന് എന്താണ്? ആ ഒരു ഈമാനിന്റെ ഭാഗത്തിലൂടെയാണ് അവരുടെ ചുറ്റുപാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ എത്രയോ പ്രയാസത്തിലാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെ നാം കാണുമ്പോൾ നോക്കി നിൽക്കാൻ കഴിയാത്ത രീതിയിലാണ് അവിടുന്ന് വരുന്ന ചിത്രങ്ങളും വീഡിയോകളും. വളരെയധികം വിഷമത്തോടുകൂടെയാണ് നാം അവരെ കുറിച്ച് ഓർക്കുന്നത്. അല്ലാഹു തആല എത്രയും പെട്ടെന്ന് അവർക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈമാനിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അസ്സബ്റു നിസ്ഫുൽ ഈമാൻ,
ക്ഷമയെന്നത് ഈമാനിന്റെ പകുതിയാണ് എന്ന് പരിചയപ്പെടുത്തുമ്പോ ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്താണ് ആ ചോദ്യം? പകുതിയാണ് ക്ഷമയെങ്കിൽ അടുത്ത പകുതി എന്താണ്? എന്താണ് അടുത്ത പകുതി? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ ഈമാനു നിസ്ഫാനി, ഈമാൻ രണ്ട് ഭാഗമാണ്. ഈമാൻ രണ്ട് ഭാഗമാണ്. ബഹുമാനികളെ, ഗസയിലെ മുസ്ലിം സഹോദരങ്ങൾ ഒരു പരീക്ഷണത്തിലാണ് എന്ന് നാം മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടി നാം ദുആ ചെയ്യുകയും ചെയ്യുമ്പോൾ നാമും ഒരു പരീക്ഷണത്തിലാണ് എന്ന് നാം വിട്ടുപോകാൻ പാടില്ല. നാമും പരീക്ഷണത്തിലാണ്. അവരുടെ പരീക്ഷണം ക്ഷമ കൊണ്ടാണ് നേരിടേണ്ടത് എങ്കിൽ നമ്മുടെ പരീക്ഷണം എന്തുകൊണ്ടാണ് നാം നേരിടേണ്ടത്? നാം ഏത് പരീക്ഷണത്തിലാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ക്ഷമ ഈമാനിന്റെ പകുതിയാണ്. അടുത്ത പകുതിയോ? അൽ ഈമാനു നിസ്ഫാനി, ഈമാൻ രണ്ട് ഭാഗമാണ്. നിസ്ഫു സബ്രിൻ വ നിസ്ഫു ശുക്രിൻ, ഒരു ഭാഗം ക്ഷമയുടേതാണ്, അതാണ് അസ്സബ്ർ നിസ്ഫുൽ ഈമാൻ. അടുത്ത ഭാഗമോ ശുക്രിന്റേതാണ്, നന്ദിയുടേതാണ്. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, വിഷമങ്ങൾ അനുഭവിക്കുന്നവർ ക്ഷമയോടുകൂടെയാണ് കാര്യങ്ങൾ സമീപിക്കേണ്ടത് എങ്കിൽ അനുഗ്രഹത്തിലുള്ളവർ എന്തിലായിരിക്കണം? ശുക്രിലായിരിക്കണം. ഫലസ്തീനിലെ ഗസയിലെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം നമുക്കില്ല എങ്കിൽ ആ സ്ഥാനത്ത്, അവർ ക്ഷമിക്കുന്ന സ്ഥാനത്ത് നമുക്ക് എന്തു വേണം? ശുക്ർ വേണം. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല എങ്കിൽ ബഹുമാനികളെ, പരീക്ഷണത്തിൽ നമ്മൾ പരാജയപ്പെട്ടു, അവർ വിജയിക്കും. അല്ലാഹു തആല നമ്മെ വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗസയിലെ സഹോദരങ്ങൾ പരീക്ഷണത്തിലല്ലേ? ആണ്. നമ്മളോ? നമ്മളും പരീക്ഷണത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമാധാനം, ഭക്ഷണം, പാനീയം, സൗകര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ പരീക്ഷണമാണ്. എങ്ങനെയാണ് പരീക്ഷണത്തെ നാം അതിജയിക്കേണ്ടത്? അതാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, അൽ ഈമാനു നിസ്ഫാനി, ഈമാനിന് രണ്ട് ഭാഗമാണ് ഉള്ളത്. ഒന്ന് നിസ്ഫു സബരിൻ, ക്ഷമയുടെ ഭാഗമാണ് ഒന്ന്. അടുത്തത് നിസ്ഫു ശുക്രിൻ, നന്ദിയുടെ ഭാഗമാണ്, ശുക്രിന്റെ ഭാഗമാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഭക്ഷണം കഴിക്കുന്ന, ഭക്ഷണം കഴിച്ചിട്ട് അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന ഒരു അടിമ ക്ഷമയോടുകൂടെ നോമ്പനുഷ്ഠിക്കുന്നതിന്റെ സ്ഥാനത്താണ്. രണ്ടുപേരുടെയും പ്രതിഫലം ഒന്നാണ്. നോമ്പ് പിടിക്കുന്ന ആള് ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് നോമ്പ് പിടിക്കുന്ന ആള് ക്ഷമയോടുകൂടെ നോമ്പ് പിടിക്കുന്ന ആൾക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ് ഭക്ഷണം കഴിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി ചെയ്യുന്ന അടിമ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്തിലാണ് നാം എങ്കിൽ, സമാധാനത്തിലാണ് നാം എങ്കിൽ, ശുക്രിന്റെ ഭാഗത്തിലൂടെയായിരിക്കണം നമ്മുടെ ഈ പരീക്ഷണത്തെ നാം അതിജയിക്കേണ്ടത്. അല്ലാഹു തആല വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, നാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ ശുക്ർ എന്താ? ഈ അനുഗ്രഹങ്ങളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്ദി എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കേണ്ട നിലയിൽ വിശ്വസിക്കുക എന്നതാണ്. പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ, നമ്മുടെ മനസ്സിനെ ഇങ്ങനെ അസ്വസ്ഥമാക്കി കൊണ്ടിരിക്കുമ്പോ എത്രമാത്രം നാം അല്ലാഹുവിലേക്ക് അടുക്കാറുണ്ട് ചിന്തിച്ചു നോക്കൂ. ഫലസ്തീനിലെ ജനങ്ങൾ, ഗസയിലെ സഹോദരങ്ങൾ അല്ലാഹു തആലയിൽ എത്രമാത്രം അവർ അവലംബിച്ചിട്ടുണ്ടാകും, വിശ്വാസികളായിട്ടുണ്ടാകും. ചിന്തിച്ചു നോക്കൂ അവരുടെ ആ പരീക്ഷണത്തിൽ. എന്നാൽ അല്ലാഹു തആല നൽകിയ അനുഗ്രഹമാകുന്ന പരീക്ഷണത്തിലൂടെ, ശുക്രിലൂടെ അല്ലാഹു തആലയിൽ വിശ്വസിക്കാൻ നാം തയ്യാറായിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നാം ഒന്നാമതായി ചെയ്യേണ്ട നന്ദി എന്താണ്? അല്ലാഹുവിനെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ പറഞ്ഞില്ലേ,
പറയുമ്പോ എന്താ മുസ്ലിയാരെ, നമ്മളൊക്കെ മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങളല്ലേ, വിശ്വാസികളല്ലേ? ബഹുമാനികളെ, വിശ്വസിക്കേണ്ട നിലക്ക് വിശ്വസിക്കണം. വിശ്വാസത്തിൽ നാം ഒരു അണു അളവ് പോലും പിന്നോട്ട് പോകാനും പാടില്ല. വിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ. ആ വചനം ഒന്ന് ശ്രദ്ധിക്കണേ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, ആമിനു, നിങ്ങൾ മുഅ്മിനീങ്ങളാകണേ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വസിച്ചവരെ, ആമിനു, നിങ്ങൾ വിശ്വസിക്കണമേ. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? മുഫസ്സിറുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്, ദാവിമു അലൽ ഈമാൻ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈമാനിനെ നിങ്ങൾ മുറുകെ പിടിക്കണമേ, ഈമാനിൽ നിങ്ങൾ നിത്യമായി കൊള്ളണമേ എന്നാണ് അതിന്റെ അർത്ഥമെന്ന് മുഫസ്സിറുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലെങ്കിൽ മുഅ്മിനീങ്ങളെ, നിങ്ങൾ മുഅ്മിനീങ്ങളാകൂ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ മുഅ്മിനീങ്ങളെ, ആമിനൂ, നിങ്ങൾ വിശ്വാസികളാകണമേ എന്നതിന്റെ താല്പര്യം പണ്ഡിതന്മാർ മുഫസ്സിറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ദാവിമൂ അലൽ ഈമാൻ. ഏത് അവസരത്തിലും, സന്തോഷത്തിന്റെ അവസരത്തിലും പരീക്ഷണത്തിന്റെ അവസരത്തിലും ഈമാനിൽ നിങ്ങൾ നിലകൊള്ളണമേ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ബഹുമാനികളെ, അല്ലാഹു തആലക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ശുക്ർ അത് അല്ലാഹുവിലുള്ള വിശ്വാസത്തെ രൂഢമൂലമാക്കുക എന്നതാണ്. പർവ്വത സമാനമായിരിക്കുക എന്നതാണ് വിശ്വാസത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. പർവ്വത സമാനമാണ്. സഹാബത്തിന്റെ ഈമാനിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആലങ്കാരികമായിട്ട് പറയാറുണ്ട്, അവരുടെ ഈമാൻ പർവ്വത സമാനമാണ്. എന്താ പർവ്വത സമാനം എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാര് പറയുന്നുണ്ട്, പർവ്വതമെന്നത് ചൂടുകൊണ്ട് ഉരുകി പോകുന്നതല്ല, തണുപ്പുകൊണ്ട് തണുത്തുറച്ചു പോകുന്നതല്ല, മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകി പോകുന്നതല്ല, മറ്റൊന്ന് കാറ്റടിച്ചാൽ ഇളകി പോകുന്നതല്ല. ഇങ്ങനെ 4 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നു, ഇതുപോലെയാണ് വിശ്വാസികൾ. അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോ അള്ളാഹുവിനെ മറക്കുകയില്ല. പർവ്വതം സ്ഥിരമായിട്ട് നിൽക്കുന്നത് പോലെ തന്നെ, പർവ്വതം ഉറച്ചു നിൽക്കുന്നത് പോലെ തന്നെ, പർവ്വതത്തിന് എതിരെ വരുന്ന ഏതൊരു കാര്യത്തിലും പർവ്വതം ഉറച്ചു നിൽക്കുന്നത് പോലെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുണ്ടാകുമ്പോൾ അള്ളാഹുവിനെ മറക്കുകയില്ല, പരീക്ഷണമുണ്ടാകുമ്പോൾ അള്ളാഹുവിനെ കുറ്റം പറയുകയില്ല. ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോ അള്ളാഹുവിനെ മറന്നു പോവുകയില്ല. ആഗ്രഹങ്ങൾ വരുമ്പോ അല്ലാഹു തആലയെ വഴിപ്പെടുന്ന കാര്യം വിട്ടുപോവുകയില്ല. ആഗ്രഹങ്ങൾ നടപ്പിലാക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വഴിപ്പെടുന്നതിൽ മുഅ്മിൻ പിന്മാറുകയില്ല. ദുനിയാവിന്റെ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ആഖിറത്തിനെ മറന്നു പോവുകയുമില്ല. പർവ്വതത്തെ പോലെ ഉറച്ചു നിൽക്കും മുഅ്മിനീങ്ങൾ. അല്ലാഹു തആല ആ നിലക്കുള്ള ഈമാൻ നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ശുക്ർ, ഏറ്റവും വലിയ നന്ദി, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ളതായ വിശ്വാസം രൂഢമൂലമാക്കുക എന്നതാണ്. ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും പലപ്പോഴും വ്യതിചലിച്ചു പോകുന്നുണ്ട്, ഈമാനിൽ നിന്ന് നമ്മൾ വിട്ടുപോകാറുണ്ട്. സഫർ മാസമാണ്, സഫർ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. 1-ാമത്തെ വെള്ളിയാഴ്ചയാണ്. സഫർ മാസമായി കഴിഞ്ഞാൽ ഒരു നല്ല കാര്യത്തിനും പറ്റുകയില്ല എന്ന വിശ്വാസവും എന്ന ചിന്താഗതിയുമാണ്. സഫർ മാസം എന്ന് പറഞ്ഞാൽ അതൊരു ദുശകുനത്തിന്റെ മാസമായിട്ട് വിശ്വാസികൾ പലപ്പോഴും ഏറ്റെടുക്കാറുണ്ട്. ഒരിക്കലും അത് പാടില്ല. വിശ്വാസത്തിന്റെ ബലഹീനതയിൽ വരുന്ന ഒരു കാര്യമായതുകൊണ്ട് സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ ദുശകുനമായ ദിവസങ്ങൾ ഇല്ലേ? ഉണ്ട്. അയ്യാമുൻ നഹ്സാത്ത്, വിശുദ്ധ ഖുർആൻ ശരീഫ് പറയുന്നുണ്ട്, പല സമൂഹത്തെയും, മുൻഗാമികളായ പല സമൂഹത്തെയും അല്ലാഹു തആല ശിക്ഷയ്ക്ക് വിധേയമാക്കിയത് ദുശകുന ദിവസങ്ങളിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ദുശകുന ദിവസങ്ങളിലെ ഉണ്ട്, അത് എല്ലാ മാസങ്ങളിലും ഉണ്ട്. അത് ചില ദിവസങ്ങൾ നമുക്കത് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, അത് എല്ലാ മാസങ്ങളിലും ഉള്ളതാണ്. എന്നാൽ സഫർ മാസമായി കഴിഞ്ഞാൽ അതൊന്നിനും കൊള്ളുലാത്ത മാസമാണ്, ദുശകുനത്തിന്റെ മാസമാണ് എന്ന വിശ്വാസം
ആരിലെങ്കിലും വന്നാൽ ബഹുമാനികളെ അത് ഈമാനിൽ നിന്നും നമ്മളെ മാറ്റിക്കളയുന്ന കാര്യമാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ലാ അദ്വ വലാ തീറത വലാ സഫറ വലാ അദ്വ. ഹബീബായ തങ്ങൾ പറഞ്ഞു, അദ്വ് ഒരു വിട്ടുകടക്കലില്ല, പകർച്ചവ്യാധിയില്ല. പകർച്ചവ്യാധി ഇല്ല ഉണ്ടല്ലോ, പകർച്ചവ്യാധി ഇല്ല എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? ലാ അദ്വ, ഒരു രോഗത്തിന് സ്വന്തമായിട്ട് അടുത്ത ആളിലേക്ക് വിട്ടുമാറാനുള്ള കഴിവ് ഇല്ല. അല്ലാഹു തആലയുടെ തീരുമാനപ്രകാരം മാത്രമാണ്. സ്വന്തമായിട്ട് ഒരു രോഗത്തിന് അടുത്ത ആളിലേക്ക് പോകാൻ കഴിയില്ല. അങ്ങനെയാണ്. ഒരു സഹാബി ചോദിച്ചു ഈ ഹദീസ് പറഞ്ഞപ്പോ, നബിയെ, ഒട്ടകങ്ങളിൽ ചൊറിയുണ്ടാകുന്ന ഒരു രോഗമുണ്ട്. ചൊറിയുള്ള ഒരു ഒട്ടകം കിടന്ന സ്ഥലത്ത് ചൊറിയില്ലാത്തൊരു ഒട്ടകം കിടക്കുമ്പോ അതിന് ചൊറി വരാറുണ്ടല്ലോ, രോഗം വിട്ടുകിടക്കുകയില്ല എന്നും തങ്ങൾ പറയുകയും ചെയ്തു. ഇതെങ്ങനെ സംഭവിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ തങ്ങൾ ആ സ്വഹാബിക്ക് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ആദ്യം ചൊറിയുണ്ടായ ഒട്ടകം ഉണ്ടല്ലോ, അതിന് ആരാ കൊടുത്തത്? അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, സ്വന്തമായിട്ടൊരു രോഗം വിട്ടുകടക്കലല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയും തീരുമാനവും എല്ലാ കാര്യത്തിലും ഉണ്ട്. അങ്ങനെ ആയിരിക്കണം വിശ്വാസികൾ ഉൾക്കൊള്ളേണ്ടത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ലാ അദ്വ വലാ തീറത. പക്ഷിശാസ്ത്രം നോക്കലും പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ ഇല്ല. ബഹുമാനികളെ, എന്തെങ്കിലും ഒരു പ്രയാസം, ഒരു പരീക്ഷണം ജീവിതത്തിലേക്ക് വരുമ്പോ മറ്റു മതസ്ഥരായ ആളുകളിലേക്ക് പോലും ആശ്വാസത്തിന്റെ തെളിനീരിന് വേണ്ടി പോകുന്നതായ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അത് ഈമാൻ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. പക്ഷിശാസ്ത്രം നോക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ യോജിക്കുന്നതല്ല. വലാ സഫറ, സഫറിനെ ദുശ്ശഗുണമായിട്ട് കാണുന്നതും പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന് യോജിച്ചതല്ലെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ബഹുമാനികളെ, ഒന്നാമതായി അല്ലാഹു തആലക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നതായ ശുക്ർ അതെന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ളതായ വിശ്വാസം കൃത്യമായിട്ട് ഉൾക്കൊള്ളുക എന്നതാണ്. അതാണ് അല്ലാഹു തആലക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, ഒരു വലിയ സമൂഹം സ്വർഗത്തിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് കാണിക്കപ്പെട്ടു സ്വഹാബത്തെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയാണ്, സഹാബത്തെ, ഒരു വലിയ സമൂഹം സ്വർഗത്തിലേക്ക് പോകുന്നതായിട്ട് കാണിക്കപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ, ഇത് അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫഅഅജബത്നി കസറതുഹും. ആ ഒരു വലിപ്പം കണ്ടുകൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ദൂരം ഒരുപാട് ആൾക്കാരെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന നയനമനോഹരമായ ഒരു കാഴ്ച എനിക്ക് കാണിക്കപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അഅജബത്നി, അത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നബി തങ്ങൾ പറയുന്നു, ആ സമയത്ത് എന്നോട് ചോദിക്കപ്പെട്ടു, അറളീത യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, അങ്ങ് തൃപ്തിയായോ? അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട വലിയൊരു സമൂഹത്തെയാണ് ഇതാ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അറളീത, അങ്ങേക്ക് തൃപ്തിയായോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം നഅം, എനിക്ക് വലിയ സന്തോഷമായി. ഒരു ചക്രവാളം നിറച്ചും വലിയൊരു സമൂഹത്തെ, എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച എനിക്ക് വലിയ സന്തോഷം നൽകുന്നു എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനുശേഷം സ്വഹാബക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, മഅഹാഉലാഇ 70000 യദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. ഇത്രയധികം ആളുകളോട് കൂടെ ഇനിയും ഒരു 70000 ആളുകൾ വരാനുണ്ട്. യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ കടക്കുന്നതാണ്. ബിഗൈരി ഹിസാബ്, ഒരു വിചാരണയും കൂടാതെ. ബിഗൈരി ഹിസാബ്, വിചാരണ കൂടാതെ അവർ സ്വർഗത്തിൽ കടക്കുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, നബി, അവരാരാണ്? ഇത്രയധികം ആളുകളോട് കൂടെ 70000 പ്രത്യേകമായ ആളുകൾ ഒരു ഹിസാബും നേരിടാതെ പ്രത്യേകമായിട്ട് സ്വർഗത്തിൽ കടക്കുമെന്ന് പറഞ്ഞപ്പോ വിധങ്ങളോട് സഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അവരാരാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലദീന ലാ യതതയ്യറൂന വലാ യസ്തർഖൂൻ.
അല്ലദീന ലാ യതതയ്യറൂന, അവർ പക്ഷിശാസ്ത്രം നോക്കാത്തവരാണ്. വലാ യസ്തർഖൂന, ദുർമന്ത്രവാദം നടത്താത്തവരാണ്. അങ്ങനെയുള്ളവരാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂന, അവർ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം നയിക്കുന്നത്. ഈ വിഭാഗം ആളുകൾ ഒരു വിചാരണയും കൂടാതെയാണ് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് നയിക്കുന്നത് എന്ന് കൊണ്ടുപോകുന്നതെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ബഹുമാനികളെ, എന്താണ് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? കർമ്മങ്ങൾ നാം നന്നാക്കുന്നതിനോടൊപ്പം തന്നെ വിശ്വാസം എപ്പോഴും നല്ല രീതിയിലാണ് എന്ന് നാം ഉറപ്പുവരുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധീശത്വത്തിൽ മറ്റൊരു ശക്തിയെയും പങ്കു ചേർക്കുന്ന രീതിയിലുള്ള ഒരു വിശ്വാസധാര നമ്മുടെ വിശ്വാസത്തിലേക്ക്, നമ്മുടെ ചിന്താഗതിയിലേക്ക് വന്നു ചേരാൻ നാം അനുവദിക്കരുത്. ഒരു രീതിയിലും നാം അനുവദിക്കാൻ പാടില്ല. അങ്ങനെയുണ്ട് എങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലാണ് നാം ഉറപ്പിക്കുന്നത് എങ്കിൽ, അല്ലാഹുവിലാണ് നാം തവക്കുൽ വെക്കുന്നതെങ്കിൽ, യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്, ഹിസാബ് ഇല്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കുന്നവരിൽ നാം ഉൾപ്പെടുന്നതാണ്. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, നിസ്സാര കാര്യങ്ങൾ മതിയിലോ, നിസ്സാര കാര്യങ്ങൾ മതി നമ്മുടെ വിശ്വാസങ്ങൾ തെറിച്ചു പോകാൻ, വിശ്വാസത്തിൽ നിന്നും മാറിപ്പോകാൻ, അന്ധവിശ്വാസങ്ങൾ ജീവിതത്തിലേക്ക് വരാൻ. പല നിസ്സാര കാര്യങ്ങളും മതി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്ത് സൂര്യഗ്രഹണം ഉണ്ടായി. എപ്പോഴാ സൂര്യഗ്രഹണം ഉണ്ടായതെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകനാകുന്ന ഇബ്രാഹിം റളിയല്ലാഹു അൻഹു മഹാനവറുകള് മരണപ്പെട്ടപ്പോഴാണ്. ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി മരണപ്പെട്ട സമയത്ത് സൂര്യഗ്രഹണം ഉണ്ടായി. ആ സമയത്ത് എല്ലാവരും പറഞ്ഞു, കണ്ടോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൻ മരണപ്പെട്ടപ്പോ സൂര്യന് ഗ്രഹണം ബാധിച്ചിരിക്കുകയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെവിയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗൗരവത്തോടുകൂടെ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാഹ്, സൂര്യനും ചന്ദ്രനുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തമാണ്. ലാ യക്സിഫാനി ലിമൗതി അഹദിൻ, ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിലക്കും രണ്ട് ആയത്തിനും രണ്ട് ദൃഷ്ടാന്തങ്ങൾക്കും ഗ്രഹണം ബാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. ഉണ്ടോ? തങ്ങളുടെ കുട്ടി മരണപ്പെട്ടപ്പോ, മകൻ മരണപ്പെട്ടപ്പോ, ഗ്രഹണം സംഭവിച്ചപ്പോ രണ്ടും അങ്ങോട്ട് ചേർത്ത് വായിക്കുകയാണ്. മകൻ മരണപ്പെട്ടതിന്റെ പേരിൽ ഇതാ സൂര്യന് ഗ്രഹണം ബാധിച്ചിരിക്കുകയാണ്. വീട്ടിൽ നിന്നും ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പുറത്തിറങ്ങുകയാണ്, പല്ലിയുടെ ശബ്ദം കേട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷി ചലിച്ചാൽ പിന്നെ അന്നത്തെ ദിവസത്തെ യാത്രയും നമ്മൾ മുടക്കും. ഇന്നത് പോയാൽ ശരിയാവൂല. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ളതായ തവക്കുൽ നമുക്ക് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നടന്നു പോകുമ്പോ പെട്ടെന്ന് തന്നെ മുമ്പിലൂടെ ഒരു പൂച്ച ധൃതിയിൽ അങ്ങോട്ട് ഓടി പട്ടം കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിന്താഗതി എന്താ? ഇനി എന്തോ ഒരു വിപത്ത് വരാനുണ്ട്. നമ്മുടെ ഉസ്താദന്മാര് ഉപദേശിക്കാറുണ്ട്, ഒരു പൂച്ച അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നീ അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നിന്നെക്കാളും തിരക്കുണ്ട്. എന്തിന്? ആ പൂച്ചക്ക്. നിന്നെക്കാളും എന്തോ ഒരു തിരക്ക് ആ പൂച്ചക്കുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോയതാണ് എന്ന് ചിന്തിക്കുക എന്നതാണ് പണ്ഡിതന്മാർ നമുക്ക് നൽകിയ ഉപദേശം. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശ്വാസത്തിൽ നിന്നും നമ്മെ മാറ്റിക്കളയുന്ന ചിന്താഗതികൾ അതെല്ലാം നാം മാറ്റിവെക്കണം. എല്ലായിടത്തും അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും എന്ന ഒരു വിശ്വാസമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. പണ്ഡിതന്മാർ പറഞ്ഞത്, മാ ബൈന ഗംളത്തി ഐനിൻ വന്ദിബാഹതിഹാ യുഗയ്യിറുല്ലാഹു മിൻ ഹാലിൻ ഇലാ ഹാലി. മാ ബൈന ഗംളത്തി ഐനിൻ വന്ദിബാഹതിഹാ, കണ്ണ് ഇമ ചെമ്മി തുറക്കുന്നതിന് മുമ്പ് യുഗയ്യിറുല്ലാഹു, അല്ലാഹു തആല മാറ്റം വരുത്തും, മിൻ ഹാലിൻ ഇലാ ഹാലിൻ, മിൻ ഹാലിൻ ഇലാ ഹാലിൻ, ഒരവസ്ഥയിൽ നിന്നും അടുത്തൊരവസ്ഥയിലേക്ക്, സന്തോഷത്തിന്റെ അവസ്ഥയിൽ നിന്നും സന്താപത്തിന്റെ അവസ്ഥയിലേക്ക് മാറ്റാൻ കണ്ണ് ഇമ വെട്ടി തുറക്കുന്ന സമയമേ ആവശ്യമുള്ളൂ. നേരെ തിരിച്ചും സന്തോഷകരമായിരിക്കും സന്താപത്തിലേക്ക് കൊണ്ടുവരാനും അല്ലാഹു തആലക്ക് ഒരു നിമിഷം വേണ്ടി വരുള്ളൂ. അതുകൊണ്ട് സന്തോഷത്തിലാണ് നാം ഉള്ളത്. ആ സന്തോഷത്തിൽ നമുക്ക് വേണ്ടത് എന്താണ്? ശുക്റാണ്. വിഷമത്തിലാണ് ഗസയിലുള്ള സഹോദരങ്ങൾ ഉള്ളത്, അവർക്ക് വേണ്ടത് സബറാണ്. അവർക്കത് വേണ്ടുവോളമുണ്ട്.
നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശുക്റാണ്. എന്തേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം, വെള്ളിയാഴ്ച കാണുന്ന ഈ ഒരു ജനബാഹുല്യം വേറൊരു വക്തുകൾക്കും ഒരു പള്ളിയിലും കാണുന്നില്ല. ബഹുമാനികളെ, എവിടെ പോയി? ഒരിക്കലും നമുക്ക് സമയമായി കഴിഞ്ഞാൽ നമ്മൾ നിസ്കാരത്തിലേക്ക് വരിക. പള്ളിയിലാണെങ്കിൽ എവിടെയാണെങ്കിലും ആ നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവുക. എന്തുകൊണ്ട്? അല്ലാഹു തആല നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹം ഏത് സമയത്തും എടുത്തു മാറ്റാം. ഇപ്പോൾ നാം ഫലസ്തീനിലെ ഗസയിലെ സഹോദരങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ചിത്രത്തിന്റെ സ്ഥാനത്ത് നാമോ നമ്മുടെ മക്കളോ വരികയില്ല എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? പാടില്ല. നാം എല്ലാം എന്തായിരിക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വാസമുള്ളവരാണെന്ന് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നാം കാണിക്കണം. അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഇരുന്നാൽ പോരാ. അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ അത് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ കാണണം. നമ്മുടെ അമലുകളിൽ നമുക്കത് ഉണ്ടാകണം. അല്ലാഹു തആല നല്ല വിശ്വാസം നൽകി നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ഒരിക്കൽ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ തന്റെ കുടുംബത്തിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരു അനുവാദം ചോദിക്കുകയാണ്. എന്താണ് അനുവാദം എന്നറിയോ? എനിക്ക് ഹജ്ജിന് പോകണം, നിങ്ങൾ എല്ലാവരും എനിക്ക് അനുവാദം നൽകണം. അപ്പൊ ഭാര്യയും മക്കളും പറഞ്ഞു, ഇപ്പോൾ നമ്മൾ വലിയ പ്രയാസത്തിലും വിഷമത്തിലുമാണല്ലോ. ഇപ്പോൾ നിങ്ങൾ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവരുടെ മക്കളിൽ ഇളയ ആൾ അവരോട് പറയുകയാണ്, മാദാ അലൈക്കും ലൗ അദിൻതും ലഹു. നിങ്ങൾ ഉപ്പാക്ക് ഹജ്ജിന് അനുവാദം കൊടുത്താൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ദഊഹു യദ്ഹബു ഹൈതു ശാഅ. നിങ്ങൾ ഉപ്പയെ വിടൂ, ഉപ്പ പോയി ഹജ്ജ് ചെയ്തിട്ട് വരട്ടെ. ഇന്നഹു ലൈസ ബിറാസിഖിൻ. നമുക്ക് റിസ്ക് നൽകുന്നവൻ ഉപ്പയല്ല. ആ മക്കളിൽ ഏറ്റവും ഇളയ ഒരു മകള് പറയുകയാണ്, ഉപ്പയെ എന്ത് ചെയ്യാ, നിങ്ങൾ വിടൂ. നമുക്ക് റിസ്ക് തരുന്നത് ഉപ്പയാണോ? അല്ല, റിസ്ക് തരുന്നവൻ അല്ലാഹുവാണ്. എന്തിനാ ഹജ്ജിന് പോകുന്നതിനെ തൊട്ട് ഉപ്പയെ തടയുന്നത്? എന്തിനാ ഉപ്പയെ വിടാൻ? ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൾ പറയുകയാണ്. അങ്ങനെ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹുവിനെ ഹജ്ജിന് പറഞ്ഞു വിട്ടു. രണ്ടാമത്തെ ദിവസം വൈകുന്നേരമായപ്പോ വിശക്കാൻ തുടങ്ങി. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ഉച്ചക്കും ഒന്നും കഴിച്ചിട്ടില്ല. വൈകുന്നേരമായപ്പോ എല്ലാവരും ചുറ്റും കൂടി. ആരുടെ ചുറ്റും? ഈ ഇളയ മകളുടെ ചുറ്റും കൂടി. നീ വാഴ്ന്ന് പറഞ്ഞിട്ടല്ലേ ഉപ്പാനെ പറഞ്ഞു വിട്ടത്? ഇപ്പോ നമ്മുടെ അവസ്ഥ എന്താണ്? വല്ലാത്ത വിഷമത്തിലല്ലേ? നീ മിണ്ടാതിരുന്നെങ്കിൽ ഉപ്പാനെ നമുക്കോട് പിടിച്ചിരുത്തായിരുന്നല്ലോ. നീ സംസാരിച്ചത് കൊണ്ടല്ലേ ഉപ്പയെ നമുക്ക് പറഞ്ഞു വിടേണ്ടി വന്നത് എന്നിങ്ങനെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയപ്പോ വീടിന്റെ വാതിലിൽ നിന്നും ഒരു മുട്ട് കേൾക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോ ആ നാട്ടിലെ അമീറാണ് വന്നിട്ടുള്ളത്. ആ അമീർ ചോദിക്കുന്നു, ഒരല്പം വെള്ളം തരുമോ? ഞാൻ നായാട്ടിന് വേണ്ടി ഇറങ്ങിയതാണ്, വഴിതെറ്റി. മറ്റുള്ളവരിൽ നിന്നും ഞങ്ങൾ ഒരു 5-6 പേരുണ്ട്, ഞങ്ങൾ വഴിതെറ്റി. ഞങ്ങൾക്കൊരല്പം വെള്ളം തരുമോ എന്ന് ചോദിച്ചു. ശുദ്ധജലം കൊടുത്തു. വെള്ളം കുടിച്ചതിന് ശേഷം അമീർ ചോദിച്ചു, ആ നാട്ടിലെ അമീർ ചോദിക്കുകയാണ്, ഇത് ആരുടെ വീടാണ്? ഹാത്തമുൽ അസ്സമിന്റെ വീടാണെന്ന് പറഞ്ഞു. ഹാത്തമുൽ അസ്സം സുപ്രസിദ്ധനാണ്. ഹാത്തമുൽ അസ്സമിന്റെ വീടാണെന്ന് പറഞ്ഞപ്പോ അമീർ ഒരു സ്വർണ്ണ കിഴി ആ വീട്ടിലേക്ക് ഇട്ടുകൊടുത്തു. വീട്ടിലേക്ക് ഇട്ടുകൊടുത്തു എന്ന് മാത്രമല്ല, കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ നല്ല ഒരു സ്വർണത്തിന്റെ ഒരു കൂമ്പാരം തന്നെ അവിടെ വന്നു വീഴുകയാണ്. ബഹുമാനികളെ, എല്ലാവരും സന്തോഷത്തിലായ ഈ സമയത്ത് ആ ചെറിയ മോള് കരയുകയാണ്. ഉമ്മ ചോദിച്ചു, മോളെ നീ എന്തിനാ കരയുന്നത്? അല്ലാഹു തആല നമുക്ക് അനുഗ്രഹം നൽകിയല്ലോ. ഖദ് വസ്സഅ അല്ലാഹു അലൈനാ. അല്ലാഹു തആല നമുക്ക് വിശാലത നൽകിയില്ലേ, നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ ആ പൊന്നുമോള് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അന്ന മഖ്ലൂഖൻ നദറ ഇലൈനാ നദറതൻ ഫഖ്തനൈനാ. ആ പൊന്നുമോള് പറഞ്ഞതാണ്, കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടി കരുണയോടുകൂടെ നമ്മളിലേക്ക് നോക്കിയപ്പോ നമ്മൾ ഇത്രയും വലിയ സമ്പന്നനായി. കാരുണ്യവാനായ അല്ലാഹു തആല നമ്മിലേക്ക് കരുണയുടെ ഒരു നോട്ടം നോക്കിയാൽ ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ എത്ര വലിയ സമ്പന്നനാകും എന്നാണ് ആ മോള് പറഞ്ഞത്. ആ മോളുടെ ചിന്താഗതി അങ്ങനെയാണ് പോയത്. ബഹുമാനികളെ, ചിന്തിച്ചു നോക്കൂ. ആ മോള് പറഞ്ഞതായ വാക്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. വിഷമവും പ്രയാസവും കണ്ടുകൊണ്ട് ഒരാളുടെ മനസ്സിൽ കാരുണ്യം ലഭിച്ചുവെങ്കിൽ, നമ്മൾ പ്രയാസത്തിലും വിഷമത്തിലും പരീക്ഷണത്തിലുമാണെന്ന് അറിയുന്നവൻ ആരാണ്? അല്ലാഹു തആലയാണ്.
ആ അള്ളാഹുത്താരുടെ കാരുണ്യത്തിന്റെ ഒരു നോട്ടം കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിന് നന്ദിയുള്ളവരായി തീരുക, നമ്മൾ ക്ഷമശീലരായി തീരുക. അങ്ങനെ ആകുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരു നോട്ടം നമുക്ക് കിട്ടിയാൽ ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ വിജയിച്ചവരാവുകയില്ലേ എന്നാണ് ആ പൊന്നുമോൾ ചോദിച്ചത്. ബഹുമാനികളെ, നമ്മളും പരീക്ഷണത്തിലാണ് എന്ന് നാം മറക്കാതിരിക്കുക. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സുഭിക്ഷതയുടെയും പരീക്ഷണത്തിലാണ് നാം ഉള്ളത്. ഈ പരീക്ഷണത്തെ അതിജയിക്കാൻ നാം ചെയ്യേണ്ടത് എന്താണ്? ശുക്രിന്റെ മാർഗമാണ് നാം അവലംബിക്കേണ്ടത്. ബാങ്ക് വിളിക്കുമ്പോൾ അലസത കൂടാതെ നിസ്കരിക്കാൻ നാം തയ്യാറാവുക, മാതാപിതാക്കളെ അനുസരിക്കുന്നവരാവുക, കാരണവന്മാരെ ആദരിക്കുന്നവരാവുക, അഹങ്കാരം ജീവിതത്തിൽ നിന്നും മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാവുക. കാരണം എന്താണ്? സന്തോഷത്തിന്റെയും സുഖത്തിന്റെയും പരീക്ഷണത്തിലാണ് നാം ഉള്ളത്. ഗസയിലെ സഹോദരങ്ങൾ ഇപ്പോൾ വിഷമത്തിന്റെയും പ്രയാസത്തിന്റെയും പരീക്ഷണത്തിലാണ് അവരുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പരീക്ഷണത്തിലും എല്ലാവർക്കും വിജയിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വിഷയങ്ങൾ അടുത്ത ആഴ്ചയിൽ സൂചിപ്പിക്കാം.